അന്തിമോപചാരം അർപ്പിക്കൽ ചടങ്ങ് ദർബാർ ഹാളിൽ തുടരുകയാണ്. അവിടെ ജനം ടി വിക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിക്കാൻ ജി സുരേഷ് കുമാർ, ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയാണ്. വേണ്ടി പുഷ്പചക്രം അർപ്പിക്കാൻ BS-നെ ഒരു നോക്കു കാണാൻ എത്തിയത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് VS അച്യുതാനന്ദന്റെ യാത്ര അല്ലെങ്കിൽ ദർബാർ ഹാളിൽ നടക്കുന്ന പൊതുദർശന ചടങ്ങാണ്. ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള, ജനം TVയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സുരേഷ് കുമാർ അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ ഒരു ആദരവർപ്പിക്കുകയാണ്, അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ, രാഷ്ട്രീയ പ്രമുഖർ അടക്കമുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹത്തിനെ അവസാനമായി കാണാനും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 മണിയോടുകൂടി ഈ ഔദ്യോഗിക പൊതുദർശനം പൂർത്തിയാക്കി ആലപ്പുഴയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകാനാണ് തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ മാറി നിൽക്കുകയാണ്, കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രവർത്തകർ, VS-നെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള തിരക്ക് ദർബാർ ഹാളിൽ ഈ മണിക്കൂറിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു, കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ വേഗം പൊതുദർശനം പൂർത്തിയാക്കി ഈ ഒരു ഭൗതികദേഹം ഇവിടെ നിന്ന് വിലാപയാത്രയായി കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെയാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ഔദ്യോഗിക ബഹുമതികൾ VS അച്യുതാനന്ദന് മുൻ മുഖ്യമന്ത്രിക്ക് നൽകാനാണ് നാട് ഒരുങ്ങുന്നത്, സംസ്ഥാനം ഒരുങ്ങുന്നത്. ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് VS അച്യുതാനന്ദന് ആദ്യം അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമണ്ഡലം, കർമ്മഭൂമിയായ തലസ്ഥാനം. അതിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങളും ചലനങ്ങളും ഒക്കെ ഉണ്ടാക്കിയ തിരുവനന്തപുരം അനന്തപുരിയിൽ നിന്ന് അവസാനമായി VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ്.